ത്രികോണ മത്സരമാണ് ഇത്തവണ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കോൺഗ്രസ് കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ്. AAP, BJP, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വീറോടെ പ്രചരണം തുടരുകയാണ്. ഇന്ത്യ സഖ്യം എന്ന ലേബലിൽ ഡൽഹിയിൽ BJPക്കെതിരെ ഐക്യനിര ഇല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാപകമായ കൂറുമാറ്റം ഡൽഹിയിൽ നടന്നിരുന്നു. കളം മാറിയ പലരും എതിർചേരികളിലെത്തി സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. നിരവധി കോൺഗ്രസ് BJP നേതാക്കൾ ഇത്തവണ AAP ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട്. AAPയിൽ ഉണ്ടായിരുന്നവർ BJP ടിക്കറ്റിലും മത്സരിക്കുന്നു. കോൺഗ്രസിലെത്തി മത്സര രംഗം കൊഴുപ്പിക്കുന്നവരും ഏറെയാണ്. മത്സരിക്കാൻ ടിക്കറ്റ് കിട്ടില്ലെന്ന് ബോധ്യമായതോടെ നിരവധി BJP നേതാക്കൾ അടുത്തിടെ AAPയിൽ ചേർന്നിരുന്നു. 2020 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി മത്സരിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. അതിലൊരാളാണ് പർവേഷ് രത്തൻ. പട്ടേൽ നഗർ സംവരണ മണ്ഡലത്തിൽ ഇത്തവണ പർവേഷ് ജനവിധി തേടുന്നുണ്ട്. മുൻ മന്ത്രിയും BJP സ്ഥാനാർത്ഥിയുമായ രാജ്കുമാർ ആനന്ദാണ് മുഖ്യ എതിരാളി. 2020 പർവേഷ് പട്ടേലും രാജ്കുമാറും എതിർ സ്ഥാനാർത്ഥികളായിരുന്നു. രാജ്കുമാർ AAPക്ക് വേണ്ടിയും പർവേഷ് BJPക്ക് വേണ്ടിയുമാണ് അന്ന് മത്സരിച്ചിരുന്നത്. BJP നേതാക്കളായ ജിതേന്ദർ സിംഗ്, സുരീന്ദർ പാൽ ബിട്ടോ, ബ്രാം സിംഗ് തൻവർ, ബിബി ത്യാഗി, അനിൽ ധ എന്നിവർ അടുത്തിടെയാണ് രാജിവെച്ച് AAPയിൽ ചേർന്നത്. 5 പേരും AAP സ്ഥാനാർത്ഥികളായി. ലക്ഷ്മി നഗർ മണ്ഡലത്തിലാണ് ത്യാഗി ജനവിധി തേടുന്നത്. ധ കിരാരിയിലും തൻവർ ഛത്തർപൂരിലും. 2020 തൻവറിനെ പരാജയപ്പെടുത്തിയ കർത്താർ സിംഗ് ഇപ്പോൾ BJPയിലാണ്. ഛത്തർപൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അനിൽ ധയെ 2020 പരാജയപ്പെടുത്തിയ AAP സ്ഥാനാർത്ഥി ഋതുരാജ് ധ ആയിരുന്നു. ഋതുരാജിന് ടിക്കറ്റ് കൊടുക്കാതെ AAP ഇത്തവണ അനിൽ ധയെയാണ് മത്സരിപ്പിക്കുന്നത്. കോൺഗ്രസ് വിട്ടുവന്ന വീർ സിംഗ് ദിൻഖൻ, സുമേഷ് ഷുഖീൻ, സുഭാർ അഹമ്മദ് എന്നിവർക്കും AAP ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഡൽഹി കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റ് അരവിന്ദർ സിംഗ് ലൗലി, മുൻ AAP മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് എന്നിവരെ BJP ഇത്തവണ കളത്തിലിറക്കിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് നേതാക്കളായ രാജ്കുമാർ ചൗഹാൻ, നീരജ് ബസോയ, തൻവീന്ദർ മർവ എന്നിവരെയും BJP മത്സരിപ്പിക്കുന്നുണ്ട്. AAP MLAമാരായിരുന്ന ധനംപാൽ ലക്ര, അബ്ദുൾ റഹ്മാൻ എന്നിവർ ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിലാണ് മത്സരിക്കുന്നത്. AAP കൗൺസിലറായിരുന്ന രാജേഷ് ഗുപ്തയും ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. റഹ്മാൻ സീലാംപൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. മുൻ AAP MLAമാരായിരുന്ന ദേവേന്ദർ ഷെഖാവത്ത്, ഹാജി ഇഷ്റാഖ് എന്നിവരും നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. പ്രമുഖരെ തന്നെയാണ് പാർട്ടി കളത്തിലിറക്കിയിരിക്കുന്നത്. തലസ്ഥാനത്ത് നഷ്ടപ്പെടാൻ ഒന്നും ബാക്കിയില്ലെങ്കിലും രാഷ്ട്രീയ അടിത്തറ നിലനിർത്താനായി ഏതാനും സീറ്റുകളിലെങ്കിലും കോൺഗ്രസിന് വിജയിച്ചേ മതിയാകൂ. അതിനായി സർവതന്ത്രവും അവർ പുറത്തെടുക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും AAPയെയും BJPയെയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ എന്ന രീതിയിലാണ് ചില കോൺഗ്രസ് നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ഒരു കാലത്ത് ഉറച്ച വോട്ട് ബാങ്കായിരുന്ന ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും പിന്തുണ വീണ്ടും ആർജിക്കുകയാണ് ഇതിലൂടെ കോൺഗ്രസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. തുടർച്ചയായ പരാജയം നേരിട്ടതോടെ പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക്, സംഘടനാ പ്രവർത്തനങ്ങളിലെ പോരായ്മ, വിഭാഗീയത തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളും കോൺഗ്രസ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ കോൺഗ്രസ് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവർ പോരാടുന്നുമുണ്ട്. പാർട്ടിയുടെ ഡൽഹിയിലെ ഭാവി ഫലം വരുമ്പോൾ അറിയാം.